2.7 കോടി രൂപയൊക്കെയാണ് ആടിൻ്റെ പേരിൽ ഓൺലൈൻ വഴി തട്ടിച്ചെടുത്തതെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ഇതൊക്കെ വെറുതെ നമ്മൾ പറയുന്നതല്ല, അത് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ തെളിവ് സഹിതം ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ, ഏറ്റവും കർഷകർക്ക് സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയാണ്. കാരണം ഒരുപാട് മലയാളികളുടെ ക്യാഷ് ഓൺലൈൻ വഴി രാജസ്ഥാനിലുള്ള ഈ കച്ചവടം നടത്തുന്ന ആൾക്കാർ പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് മാനസിക കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പല കർഷകരുടെയും വേദനകൾ. പിന്നീട് ഇപ്പോഴും മലയാളികൾ അവിടെ പോയി പെട്ട് നിൽക്കുന്ന ഒരു അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദയവായിട്ട് നമ്മൾ ഈ വീഡിയോയിലൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് നമുക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി, മലയാളികൾ നേരിട്ട് അവിടെ പോയി വാങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ കെട്ടിച്ചമയ്ക്കുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു കമൻറ്റുകളൊക്കെ നമുക്ക് വളരെ വിഷമകരമായ കമൻറ്റുകളാണ് വന്നത്. കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം പേപ്പറിൽ ന്യൂസ് വന്ന വാർത്തയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത്. എല്ലാ എണ്ണത്തിനെയും പൊക്കി തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരുടെയും അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. 3160 കേസുകളാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. ആ ഓൺലൈൻ തട്ടിപ്പ്, ആട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ്. ഒത്തിരി ഫാമുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട്, അവരുടെ അക്കൗണ്ട് എല്ലാം മരവിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പരാതികൾ കെട്ടിക്കിടക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട്. ഒരുപാട് പേരുടെ ഫാമുകൾ അടച്ചു പൂട്ടിയിരിക്കുന്ന സന്തോഷകരമായ വാർത്തയും കൂടെ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. കാരണം രാജസ്ഥാനിലെ ഒരു ന്യൂസ് വന്നതാണ്, നമ്മൾ പേപ്പർ കട്ടിങ്ങാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നിങ്ങൾ കാണുക. നമ്മൾ വെറുതെ പറയുന്നതല്ല ഇത്. നമ്മൾ വളരെ സൂക്ഷിച്ച് ആട് വാങ്ങാനായിട്ട് ക്യാഷും മറ്റു കാര്യങ്ങളൊക്കെ രാജസ്ഥാനികൾക്ക് അയച്ചു കൊടുക്കുക. നല്ല വിശ്വസനീയമായിട്ടുള്ള ആൾക്കാരല്ലാതെ, അതും നമ്മളെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർക്കല്ലാതെ ക്യാഷും മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ അയച്ചു കൊടുക്കാതിരിക്കുക. ഒരുപാട് കേസുകളാണ് ഇപ്പോഴും അന്വേഷണം അവിടെ നടക്കുകയാണ്. ഒരുപാട് ഫാമുകൾ ഇപ്പോൾ തന്നെ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ രാജസ്ഥാനിലെത്തിയപ്പോൾ ഒരുപാട് തട്ടിപ്പിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. ഒരുപാട് പേരത് കണ്ടതാണ്. പലരുടെയും വിഷമങ്ങൾ അവരെ നേരിട്ട് പറയുകയും അവരുടെ വീഡിയോ നമ്മളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്ത്. പക്ഷേ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ വന്നിട്ട് നമുക്ക് ആട് കൊണ്ടുവന്ന് വിൽപ്പന നടത്താൻ വേണ്ടിയാണ്, മലയാളികൾ നേരിട്ട് അവിടെ പോയി ആട് എടുക്കാതിരിക്കാൻ വേണ്ടി കള്ളക്കഥകളാണ് നമ്മൾ വീഡിയോയിൽ ഇറക്കുന്നതൊക്കെ കുറേ കമൻറ്റൊക്കെ വന്നത്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. കുറേ പേർക്കൊക്കെ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അവിടെ എല്ലാവരെയും പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് പിടിക്കപ്പെട്ട് രംഗത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഒരു ഫാം തന്നെ വെട്ടിച്ചത് 2.7 കോടി രൂപയാണ്, ഒരു ഫാം മാത്രം. അത് ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പാണ് കൂടുതലും നടക്കുന്നത്. ആടിനെ കാണിച്ചിട്ട് ആടിനെ കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന രീതിയാണ് അവിടെ അവർ അവലംബിച്ച് വരുന്നത്. എന്തായാലും ഇനിയും അതിനൊരു ശാശ്വത പരിഹാരം കാണും എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കുകയാണ്. ചെറിയൊരു ആശ്വാസം. എങ്കിലും വളരെ ശ്രദ്ധിക്കുക. നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്ന് ആടിനെ വാങ്ങുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ ക്യാഷും മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. വലിയ ആടിനെ കാണിച്ചിട്ട് അതിന് 3000-4000 രൂപയുള്ളതെന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആരായാലും വാങ്ങിക്കും. 4000 രൂപയ്ക്ക് അല്ലെങ്കിൽ 220 രൂപയ്ക്ക് ആട് കിട്ടുന്നു, 180 രൂപയ്ക്ക് ആട് കിട്ടുന്നു എന്നൊക്കെ ഉള്ളൊരു പരസ്യങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഴുവൻ ആൾക്കാരെയും പിടിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവിടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ന്യൂസ് വഴി വെളി വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കും വിവരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ നിൽക്കുന്ന സ്ഥലത്തൊക്കെയുള്ള ആട് ഫാമുകൾ പൂട്ടിയതായിട്ട് വിവരങ്ങൾ നമ്മളെ അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഷെയർ ചെയ്യാതെ, അഭിപ്രായം പറയുകയും ലൈക്ക് ചെയ്യാതെ ഒന്നും പോകരുത്. കാരണം ഇതൊക്കെ പ്രധാനപ്പെട്ട അറിവുകളാണ്. നമ്മുടെ മലയാളികളുടെ ആരുടെയും പൈസ പോകരുത്. ഒരുപാട് പേര് വിഷമം അനുഭവിക്കുന്നുണ്ട്. കാരണം അവർക്ക് തുറന്നു പറയാനായിട്ട് മടിയാണ്. പലരും ക്യാഷ് അയച്ചു കൊടുത്തിട്ട് ഒരുപാട് പേര് വിഷമം അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. കുറച്ച് പേരെങ്കിലും ഈ ഒരു തട്ടിപ്പിൽ പെടാതെ രക്ഷപ്പെടട്ടെ. പിന്നെ ഇന്ന് നമ്മൾ ഈ കാണുന്ന ആടുകളെല്ലാം നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ആടുകളാണ്. ഇന്ന് ക്വാറൻറ്റൈൻ 7ാം ദിവസം പിന്നിടുമ്പോൾ നമ്മുടെ നാട്ടിലെ ആഹാരമെല്ലാം അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലാവലയാണ് കഴിക്കുന്നത്. ക്ലൈമറ്റ് ഒക്കെ ഇപ്പോൾ നല്ല രീതിയിലായിട്ടുണ്ട്. മഴയൊക്കെ ഒന്ന് മാറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആടുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പച്ചിലയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദയവായിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. കാരണം എല്ലാവരുടെയും കോളുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ആടുകളൊന്നും നമ്മുടെ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ആടുകളല്ല. നമ്മൾ രാജസ്ഥാനിൽ നിന്നും PPRൻ്റെ വാക്സിനേഷനൊക്കെ എടുത്ത് രാജസ്ഥാനിൽ തന്നെ ക്വാറൻറ്റൈൻ കഴിഞ്ഞ്
നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ക്വാറൻറ്റൈൻ നടക്കുകയാണ്. ഇതിനകത്തിലെ കുറേ കർഷകർ, അവർ നല്ല രീതിയിൽ നോക്കാൻ കഴിവുള്ള കർഷകരൊക്കെ കുറേ ആടുകൾ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ക്വാറൻറ്റൈൻ ഏകദേശം പൂർത്തിയാകാറായിട്ടുണ്ട്. അപ്പോൾ ബുക്കിംഗ് അനുസരിച്ചുള്ള ആടുകളെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ആടുകളെല്ലാം. നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു വരുന്നു. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നാടനാടിൻ്റെ വിലയിലൊന്നും നമുക്കിതിനെ വാങ്ങാൻ സാധിക്കത്തില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് വിളിക്കുന്നത് റേറ്റ് അറിയാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആടുകളെയൊന്നും ചെറിയ വിലയ്ക്കൊന്നും നമുക്ക് കിട്ടത്തില്ലെന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. കാരണം ഇത് അത്യാവശ്യം ക്വാറൻറ്റൈനും വാക്സിനേഷനും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം വിലയാകുന്ന ആടുകളാണ്. കുട്ടികൾ ഇതിനകത്തിലില്ല. 1 വയസ്സ് മുതൽ മുകളിലേക്കുള്ള ആടുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്തിൽ 3-4 കുട്ടികളുള്ളത് അതെല്ലാം ബുക്കിംഗ് ആയതാണ്. വലിയ ആടുകളാണുള്ളത്. അപ്പോൾ ആടിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം വിളിക്കുക. ബ്രീഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ മാത്രം വിളിക്കുക. ആട് വളർത്തി തുടക്കക്കാരായിട്ടുള്ളവർ ഒരിക്കലും ബ്രീഡ് ആടുകളിൽ വാങ്ങി വളർത്താൻ ശ്രമിക്കരുത്. നമ്മുടെ നാട്ടിൻപുറത്ത് നല്ല ആടുകളുണ്ട്, നാടൻ ആടുകൾ, മലബാറിയൊക്കെ ഉണ്ട്. അതിനെ വളർത്തി പഠിക്കുക. അതിനുശേഷം മാത്രം ബ്രീഡ് ആടുകളിലേക്ക് പോയാൽ മതി. അതുകൊണ്ട് ദയവായി വിളിക്കുന്നവർ ആട് വളർത്തി പരിചയമുള്ളവർ വിളിക്കുക. അതാകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. വാക്സിനേഷൻ എന്താണെന്നും ക്വാറൻറ്റൈൻ്റെ രീതി എന്താണെന്നൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. വളർത്ത രീതി അവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ വിളിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം വിലയാകുന്ന ആടുകളാണ് ഈ കിടക്കുന്നത്. കുട്ടികളില്ല. അപ്പം വിളിക്കുന്നതിന് പകരം മെസ്സേജ് അയയ്ക്കുക. അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആട് വളർത്തുന്ന രീതിയെക്കുറിച്ചും ആടുകളെ എങ്ങനെ വളർത്തണം, എങ്ങനെ ലാഭകരമാക്കി കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോകൾ നിങ്ങൾക്ക് പുറകാലെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ തട്ടിപ്പിന് ഇരയായതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ്. പിന്നെ നമ്മുടെ ക്വാറൻറ്റൈൻ തുടർന്ന് ആടുകളെയും കാണിക്കാനും വേണ്ടിയാണ്. അപ്പം അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വീഡിയോ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.